എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ഷോർട്സിൻ്റെ ഒരു കിടിലൻ ഒരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നത്. നിങ്ങളുടെ ഷോർട്സിൽ, പുതിയ യൂട്യൂബേഴ്സിൻ്റെ ഷോർട്സിൽ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്കും കൂടുതൽ വ്യൂസ് കിട്ടും. ഞാൻ എൻ്റെ ഒരു വ്യൂസിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. എൻ്റെ ഒരു വീഡിയോ ആണ് ഇത്ര ക്ലിക്കായത്. അത് 4,74,000 പേരാണ് കണ്ടിട്ടുള്ളത് ആകെ ടോട്ടൽ. അത് 4,00,000 ഏകദേശം 5 ലക്ഷം പേർക്ക് അത് അയച്ചു കൊടുത്തിട്ടുണ്ട്. യൂട്യൂബ് എന്നെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് 1,300 സബ്സ്ക്രൈബറിനെ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഒരൊറ്റ ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ്. ഒറ്റ ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോയിൽ 3-4 ട്രിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് എനിക്ക് ഇത്ര ഇത് കിട്ടിയത്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ വീഡിയോ ഉണ്ടല്ലോ, വീഡിയോ 4Kയിലാക്കാൻ ശ്രമിക്കണം. എന്ന് വെച്ചാൽ ക്വാളിറ്റിയുള്ള വീഡിയോ ഇട്ടാൽ മാത്രമേ യൂട്യൂബ് നമ്മുടെ വീഡിയോ സജസ്റ്റ് ചെയ്യത്തുള്ളൂ മറ്റുള്ളവർക്ക്. ഇപ്പം നമ്മൾ ചില ഷോർട്സൊക്കെ കാണുമ്പോൾ അതിലാണെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്തതാണ്. അത് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൻ്റെ കുഴപ്പം കൊണ്ടാണ്. അല്ലാതെ അവരിടുമ്പം 4Kയിലായിരിക്കും അവരിടുന്നത്, അല്ലെങ്കിൽ ഹൈ HD അവർ ഇടുന്നത്. അങ്ങനെ തന്നെയാണ് എനിക്ക് ഇത്രയും വ്യൂസ് കിട്ടിയത്. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട ട്രിക്ക് അതാണ്. പല യൂട്യൂബേഴ്സ് ആ ഒരു കാര്യം പറഞ്ഞു തരത്തില്ല. കാരണം അവരെ വ്യൂസ് കുറയും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിടുമ്പം അവരെ വ്യൂസ് കുറയും, നമുക്ക് വ്യൂസ് വരും. അതുകൊണ്ട് അവരാരും പറഞ്ഞു തരത്തില്ല. പിന്നെ ഷോർട്ട് ഫീഡിൽ തന്നെ എൻ്റേത് ഏറ്റവും കൂടുതൽ റണ്ണായത് ഷോർട്ട് ഫീഡിൽ തന്നെയാണ്. വാച്ച് അവർ നോക്കിക്കഴിഞ്ഞാൽ 5.8 മണിക്കൂർ, 5.8 മണിക്കൂർ എനിക്ക് വാച്ച് അവർ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഹൈ ക്വാളിറ്റി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ആൾക്കാർ ഫുള്ളായിട്ട് കാണത്തുള്ളൂ. ഇതാണ് ആദ്യത്തെ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ നിന്നാണ് രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇടുന്ന വീഡിയോ ടാഗ് ഉപയോഗിക്കുമ്പം എല്ലാവരും ഉപയോഗിക്കുന്ന സെയിം ടാഗ് ഉപയോഗിക്കാതിരിക്കുക. എല്ലാവരും ഉപയോഗിക്കുന്നത് ഷോർട്സ്, വൈറൽ, അങ്ങനത്തെ ഒരു 3-4 എല്ലാവരും ഉപയോഗിക്കുന്നത്. നമ്മളത് ഉപയോഗിക്കാതെ വേറെ ഒന്ന് ഉപയോഗിക്കുക. ഞാൻ എൻ്റെ വീഡിയോയിൽ ഉപയോഗിച്ചൊരു ഷോർട്സിനെ ഉപയോഗിച്ച ടാഗ് ഞാൻ ഇതിൽ കാണിച്ചു തരാം. എന്നാൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നോടിയായി ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. പിന്നെ ഞാൻ ഒരു 100 ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അത്ര ലൈക്ക് കൂടെ ഇട്ട് സഹായിക്കുക. നിങ്ങളെൻ്റെ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ അത് ഒറ്റ വാക്കിലാണ് ടാഗ് കൊടുത്തിട്ടുള്ളത്, എലിഫൻറ്റ് ലവ്, അത്രേ കൊടുത്തിട്ടുള്ളൂ. ഞാൻ കൊടുത്ത ഇത് എല്ലാം ട്രെൻഡിങ് ഇന്ത്യ, ട്രെൻഡിങ് നൗ, വൈറൽ ഷോർട്ട്, കാർട്ടൂൺ വീഡിയോ, ഒരു 5 ഹാഷ്ടാഗ് മാത്രമേ കൊടുക്കാവൂ. നമ്മൾ ചിലവരാണെങ്കിൽ കുറേ കൊടുക്കണം. അങ്ങനെയൊന്നും കൊടുക്കല്ല. 5 മാത്രം കൊടുക്കുക. ഒറ്റ വാക്കിൽ തന്നെ ടൈറ്റിൽ നിർത്താൻ ശ്രദ്ധിക്കുക. വായിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാണ് എന്താണ് അതിൻ്റെ അകത്തുള്ളതെന്ന്. രണ്ടാമത്തെ കാര്യം ഈ ഒരു കാര്യമാണ്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൂന്നാമത്തെ കാര്യം ഇടുന്ന ടൈമാണ്. എല്ലാവരും പറയും ഇത് നമ്മൾ ഇടുന്ന ടൈമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റുഡിയോയിൽ, യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഓഡിയൻസിൻ്റെ ഇത് നോക്കിയിട്ടാണ് ഇടുന്നത്. പക്ഷേ ന്യൂ യൂട്യൂബേഴ്സിന് അതെന്തായാലും കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ വരത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിടുമ്പോൾ തന്നെ അവർക്ക് വ്യൂസ് കിട്ടത്തില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു 6 മണിക്കും 8 മണിക്കും ഇടയിൽ, രാവിലെ ഒരു 6-നും 8-നും ഇടയിൽ ഇടാൻ ശ്രദ്ധിക്കുക. കാരണം വലിയ യൂട്യൂബേഴ്സിൻ്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 7 മണി ആ ടൈമിലൊക്കെയാണ് എല്ലാവരും ഇടുന്നത്. ഏറ്റവും കൂടുതലുണ്ട് ഒരു 5:59 അതിന് ശേഷമാണ് എല്ലാ യൂട്യൂബേഴ്സും ഇടുന്നത്. അപ്പം നമ്മൾ ആ ടൈം ഇട്ട് കഴിഞ്ഞാൽ വലിയ യൂട്യൂബേഴ്സിൻ്റെത് മാത്രമേ, ഷോർട്സ് മാത്രമേ യൂട്യൂബ് സജസ്റ്റ് ചെയ്യത്തുള്ളൂ. നമ്മളത് അയച്ചു കൊടുക്കത്തില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇതാണ് നമ്മൾ വിചാരിക്കും നമ്മൾ ഇടുന്ന ടൈം, ആ ടൈമിന് പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യം ടൈം ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ, ടൈം നോക്കിയിട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സബ്സ്ക്രൈബറും എല്ലാം വരും. എൻ്റെ ഈ വീഡിയോയിൽ ഒറ്റ വീഡിയോ എന്നാണ് എനിക്ക് 1,300 സബ്സ്ക്രൈബറിന് കിട്ടിയതും ഇതിലാണ്. ഞാൻ ഇട്ട ടൈം 8:49 തോന്നുന്നു. ആ ടൈമിലാണ് ഇട്ടത്. കാരണം നിങ്ങൾ ഇടുമ്പോൾ ഒരിക്കലും 9, 10 അങ്ങനത്തെ ഒരു ഇതിലിട്ടില്ല. ഒരു റാൻഡം ടൈമിൽ വരണം. ഒരു 8, ഇപ്പം 0.58, 0.50 അങ്ങനെ ഏതെങ്കിലും ഒരു ടൈമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് വൈറലാവാൻ ചാൻസ് കൂടുതലാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. എൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഞാൻ 8:49 ഇട്ടത്. ഒരു 11 മണിക്ക് ശേഷമാണ് ആ വീഡിയോ റൺ ചെയ്ത് തുടങ്ങിയത്. ഇതിൽ ഞാൻ അതെല്ലാം കാണിക്കുന്നുണ്ട്. ആ വീഡിയോ റൺ ചെയ്ത് തുടങ്ങിയത് അതിന് ശേഷമാണ്. എനിക്ക് റൺ ചെയ്ത് അന്ന് തന്നെ ഒരു 7,000 വ്യൂസ് കിട്ടി. അതിൻ്റെ പിറ്റേന്ന് ഒരു 25 വ്യൂസ്. നോക്കിയറിയാം 97% എനിക്ക് അത്
ആവറേജ് ലൈക്കും എല്ലാം 97% ഉണ്ട്. കണ്ടിട്ടുള്ള എല്ലാവരും ഒരു 97% പേരും എൻ്റെ ഇവിടെ കമൻറ്റും ലൈക്കും ഇട്ടിട്ടുണ്ട്. ഈ കമൻറ്റ് ലൈക്ക് ഇടുന്നതിനനുസരിച്ച് നമ്മുടെ റീച്ച് കൂടും, അക്കൗണ്ടിൻ്റെ റീച്ച് കൂടാനുള്ള ചാൻസും ഉണ്ട്. ഇതെല്ലാം ശ്രദ്ധിക്കണം നമ്മളിപ്പം ഒന്നാമത്തെ കാര്യം ഹൈ ക്വാളിറ്റി ഇടാൻ ശ്രമിക്കണം. രണ്ടാമത്തെ കാര്യം ഇതേപോലെ ടാഗ് കൊടുക്കണ കാര്യം ശ്രദ്ധിക്കണം. ടാഗ് 5 ടാഗിൽ കൂടുതൽ 5 ടാഗിൻ്റെ അകത്തിനെ കൊടുക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇടുന്ന ടൈം, ഒരു യൂട്യൂബേഴ്സും പറഞ്ഞു തന്നിട്ടില്ല ഇടുന്ന ടൈം. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ഇടുമ്പോൾ വ്യൂസ് ഒന്നും കാണൂല. അപ്പം നമ്മൾ ഇതേപോലെ ടാഗ് കൊടുത്ത് വരുമ്പോൾ കിട്ടും. പിന്നെ ഡെയിലി ഒരേ ടൈമിൽ തന്നെ ഇടാൻ ശ്രമിക്കും. ഇപ്പം ഒരു ദിവസം 8:49 പിറ്റേ ദിവസം അതേ ടൈമിൽ തന്നെ ഇടാൻ ശ്രമിക്കും. എല്ലാവരും പറയും ഒരു ദിവസം 3-4 ഷോർട്സൊക്കെ ഇടണമെന്ന് പറയും. അങ്ങനെയൊന്നും ഇടേണ്ട കാര്യമില്ല. ഞാൻ ഒരു ദിവസം ഒറ്റ ഷോർട്സ് ഇടത്തുള്ളൂ. ഞാൻ ഈ ഒരു ഷോർട്സ് ഇട്ടതിന് ശേഷം ഞാൻ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ്, കാരണം വ്യൂസ് കയറണതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇനി ചിലപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ വ്യൂസ് അങ്ങനെ ഞാൻ ഇട്ടില്ല. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടപ്പോൾ എൻ്റെ വ്യൂസ് നല്ല കുറഞ്ഞു. ഒരു 900 കിട്ടണുള്ളൂ. എനിക്ക് 4.5 ലക്ഷം കിട്ടിയെടുത്ത് എനിക്കിപ്പോൾ 900 കിട്ടണുള്ളൂ. നിങ്ങൾ ഇതിൽ നോക്കിയാൽ മനസ്സിലായി. ഷോർട്ട് ഫീൽഡാണ് 4,66,818 4,66,818 കിട്ടിയ ഷോർട്ട് ഫീൽഡാണ്. ബ്രൗസർ ഫീച്ചർ എന്ന് പറയുമ്പം നമ്മുടെ യൂട്യൂബിൻ്റെ ഹോം പേജിൽ നമ്മുടെ വീഡിയോ 336 പേര് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇട്ട ഒരു സെർച്ചിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം. സെർച്ചിൻ്റെ ഇതിൽ എനിക്ക് ഏകദേശം സെർച്ചിൻ്റെ ഇതിൽ അതർ യൂട്യൂബ് ഫീച്ചറിൽ എനിക്ക് 210 കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതർ യൂട്യൂബ് ഫീച്ചറിൽ ചാനൽ പേജിൽ നിന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് ഒരു 190 അത്ര സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നാണ് എനിക്ക് 1300 കിട്ടിയത്. പിന്നെ ഡെയിലി വീഡിയോ ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബർ ഇറങ്ങിപ്പോകും. അതൊന്നാമത്തെ കാര്യം. അത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഡെയിലി വീഡിയോ ഇടണം. പിന്നെ ഹാഷ്ടാഗിൽ നിന്ന് എനിക്ക് 15 വ്യൂസ് കിട്ടി. 15 വ്യൂസും കിട്ടിയത് അതിൽ നിന്നാണ്. പിന്നെ സജസ്റ്റ് മേടിക്കണ്ട, സജസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോ യൂട്യൂബ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോ യൂട്യൂബ് സജസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ നോക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം ഇതിൽ കയറി നോക്കല്, എപ്പോഴും YT സ്റ്റുഡിയോ കയറി നോക്കല്. നമ്മൾ ഏറ്റവും കൂടുതൽ വ്യൂസ് കുറയാൻ കാരണം നമ്മുടെ ചാനലിൻ്റെ ഇത് കുറയാൻ കാരണവും ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ കയറിയിട്ട് റിഫ്രഷ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഇത് കുറയും. യൂട്യൂബിൽ തന്നെ ഒരു ആൽഗോരിതത്തിൽ ഇത് വരും, പ്രത്യേക ഒരു പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ നോക്കല്ല ദയവേത്. പിന്നെ ഷോർട്സ് ഫീഡിൽ തന്നെ ഓർണമെങ്കിൽ ഷോർട്ട് ഫീഡിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടണം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് 1300 സബ്സ്ക്രൈബ് കിട്ടിയതും ഇത്രയും വ്യൂസ് കിട്ടിയതും ഇപ്പം അതിൽ നിന്ന് തന്നെ എനിക്ക് റിട്ടേൺ വ്യൂസ് കിട്ടും. ഞാൻ ഇപ്പോൾ ഒരു തഗ് ലൈഫ് ചാനലാണ്, ബാക്കി ഇടുന്ന വീഡിയോ എല്ലാം തഗ് ലൈഫിൻ്റെയാണ്. എനിക്ക് അതിൽ നിന്ന് തന്നെ കുറഞ്ഞത് ഒരു 150 പേര് അതിൽ നിന്ന് മാത്രം കിട്ടുന്നുണ്ട്. ആ വീഡിയോയിൽ നിന്ന് കണ്ടവർ മാത്രം ഇതിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 8 സെക്കൻഡുള്ള വീഡിയോ അല്ലെങ്കിൽ ഒരു 2 സെക്കൻഡുള്ള വീഡിയോ ഇടാൻ ശ്രദ്ധിക്കുക കൂടുതൽ. അപ്പോൾ എല്ലാവരും ചോദിക്കും 2 സെക്കൻഡുള്ള വീഡിയോ ഒക്കെ എങ്ങനെ ഇടാൻ. ഞാൻ പറഞ്ഞാൽ ഇപ്പം ഇൻസ്റ്റയിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു സൗണ്ട് ഉണ്ട്, ഒരു ചെറിയൊരു സൗണ്ട് മാത്രം കാണും, ഒരു സെക്കൻഡൊക്കെ കാണും അത്. പക്ഷെ അങ്ങനെ ചെയ്തുള്ള ഗുണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കാരണം അതിൽ തന്നെ വീണ്ടും കാണും, കാരണം എന്താണെന്ന് അതിലറിയാം. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ക്യൂസായിട്ട് ഇടാം, ഇപ്പം ഫൈൻഡ് ഔട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഗെയിമായിട്ടിടാം. നമുക്ക് അതിൽ നിന്നൊക്കെ നമുക്ക് നിറച്ച് വ്യൂസ് കിട്ടാൻ ചാൻസ്. ഞാൻ അങ്ങനെയാണ് ആദ്യം തുടങ്ങുന്നത്. എൻ്റെ വീഡിയോ ബാംഗ്ലൂരിൽ നിന്ന് വരെ കണ്ടിട്ടുണ്ട് ആൾക്കാർ. അതായത് നോക്കൂ, ഹൈദരാബാദിൽ നിന്ന് 22,500 പേര് കണ്ടിട്ടുണ്ട്. നോക്കിയാലേ കണ്ട. അപ്പം നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളം മാത്രം നോക്കി വീഡിയോ ഇടല്ലേ. ഇപ്പം ഞാൻ ഇട്ട വീഡിയോയിലെന്ന് പറഞ്ഞാൽ ശബ്ദമില്ല, ഒരു മ്യൂസിക് മാത്രമേ അതിലുള്ളൂ. പിന്നെ അതിൻ്റെ ചിരിക്കാനുള്ള കുറച്ച് കാര്യവും പിന്നെ കാർട്ടൂൺ ആനിമേഷൻ്റെ ഒരു ഇത് മാത്രമേ അതിലിട്ടിട്ടുണ്ട്. ഇത് എല്ലാത്തിലും കാണുന്നുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് തന്നെ 11,000 പേരെ കണ്ടിട്ടുണ്ട്. ചെന്നൈ, കൊളംബോ, ശ്രീലങ്ക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മാത്രം ഇടുക, അതല്ലെങ്കിൽ ഇംഗ്ലീഷ് മാത്രം ഇടുക. അത് ആൾക്കാർ ഞാൻ പറയില്ല, ഇപ്പോൾ ഗെയിം ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ടിട്ട് ഏതെങ്കിലും ഒരു മ്യൂസിക് മാത്രം ആടുക, ഏതെങ്കിലും സൗണ്ട് മാത്രം ആടുക. മ്യൂസിക്കിന് പ്രത്യേകം അല്ലെങ്കിൽ സൗണ്ട് ഇതാണ് ഏതെങ്കിലും ഭാഷ കാണും. പക്ഷെ അങ്ങനെ ചെയ്യാതെ നമ്മൾ ഏതെങ്കിലും ഒരു സൗണ്ട് മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പറ്റുന്നത്രയും 1-2 സെക്കൻഡിൽ ഷോർട്ട്സ് ഇടാൻ ശ്രമിക്കുക. ഹൈ ക്വാളിറ്റി ഇടാൻ ശ്രമിക്കുക. ഞാൻ ഹൈ ക്വാളിറ്റി ആവാനുള്ള ആപ്പും കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എയർ വീഡ് എന്ന് പറഞ്ഞാണ് ആപ്പിൻ്റെ പേര്. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇതും കൂടെ കാണിച്ചു തരാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്കും കൂടെ കൊടുത്തിരിക്കാം. ഇതാണ് ആപ്ലിക്കേഷൻ, എയർ വീഡ് എന്നാണ് ആപ്പിൻ്റെ പേര്. ഇതിലാണെങ്കിൽ നമുക്ക് വീഡിയോ 4K ആക്കി തരും, ഹൈ ക്വാളിറ്റി ആക്കി തരും, നല്ല
ക്ലിയർ ആക്കി തന്നെ ആക്കി തരും. നമ്മളെ വീഡിയോ കൂടുതൽ റീച്ച് ആക്കാൻ സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.